ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന വീണ്ടെടുക്കുന്ന ക്രിസ്തു, രൂത്ത്, എസ്തേർ പുസ്തകങ്ങളിലൂടെ ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്തേർ എന്ന പുസ്തകത്തിന്റെ 4ാം അധ്യായമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്. 4ാമത്തെ ചാപ്റ്റർ റൂത്ത്സ് റിഡംഷൻ ആൻഡ് നൗമീസ് ഇലവേഷൻ, രൂത്തിന്റെ വീണ്ടെടുപ്പും നവമിയുടെ ഉയർച്ചയും എന്നുള്ള അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, രൂത്തിന്റെ പുസ്തകം 4ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്? മെതിക്കളത്തിലെ സംഭവങ്ങൾക്ക് ശേഷമുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പട്ടണവാതിൽക്കൽ ബോവസും അടുത്ത ചാർച്ചക്കാരനും തമ്മിൽ നടക്കുന്നതായിട്ടുള്ള കോൺവെർസേഷൻസും അവിടെ മൂപ്പന്മാരുടെ സാന്നിധ്യവും അതിന്റെയൊക്കെ സിഗ്നിഫിക്കൻസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ബോവസ് ആൻഡ് ദി കിൻസ്മാൻ റിഡീമർ അറ്റ് ദ സിറ്റി ഗേറ്റ്. ഇനിയും അതിനുശേഷം ഇവരുടെ കോൺവെർസേഷന്റെ ഒക്കെ അവസാനം എന്ത് സംഭവിച്ചു? തിരിച്ച് ഈ രൂത്തിനെയും അതുപോലെ ഏലിമലേക്കിന്റെ വയലിനെയും ഒക്കെ വീണ്ടെടുക്കുവാനുള്ള അവകാശം തിരിച്ചാരിലേക്ക് വരികയാണ്? ബോവസിലേക്ക് വരികയാണ്. ഇതാണ് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാറ്റ് ബോവസ് റിഡീംസ് റൂത്ത്, ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നു. ഇതിനകത്തിൽ കുറച്ച് മലയാളത്തിലൊക്കെ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ദി കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന എററാണ്, ക്ഷമിക്കണം. ഇനി അതിനുശേഷം 3ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദി മാരേജ് ആൻഡ് ദി ബർത്ത് ഓഫ് ഓബേദ്, രൂത്തും ബോവസും തമ്മിലുള്ള വിവാഹവും അതിനുശേഷം ഓബേദിന്റെ ജനനവും അതിനുശേഷം നവമിയുടെ ഉയർച്ചയും നവമിയുടെ ഭാഗ്യവും ഒക്കെയാണ് നമ്മൾ ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാന ഭാഗം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദ ജീനിയോളജി ലീഡിംഗ് ടു ഡേവിഡ്, ദാവീദിലേക്ക് നയിക്കുന്ന വംശാവലിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയാണ് നമ്മൾ 4ാം അധ്യായത്തിന്റെ ഉള്ളടക്കമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യാം. 1, വൈ ഡിഡ് എൽഡേഴ്സ് ഗ്യാദർ അറ്റ് ദ സിറ്റി ഗേറ്റ്സ്, പട്ടണവാതിൽക്കൽ മൂപ്പന്മാർ ഒത്തുകൂടിയത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മൾ പറഞ്ഞു, 1 വ്യവഹാരം നടത്തുന്നതിനും വസ്തു വിൽക്കുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും പട്ടണത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് സ്ഥാപിക്കുക അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് പട്ടണവാതിൽക്കൽ മൂപ്പന്മാർ ഒത്തുകൂടിയിരുന്നത്. ആക്ച്വലി ഈ മലയാളം ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടുനടപ്പനുസരിച്ച് വ്യവഹാരം നടത്തുന്നതിനും വസ്തു വിൽക്കുന്നതിനും മറ്റുമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ the Jews maintained a custom whereby the elders would gather at the city gates to arrange the sale of property, settle disputes and handle other matters എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് വരുമ്പോൾ വ്യവഹാരം നടത്തുന്നതിനും വസ്തു വിൽക്കുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് മൂപ്പന്മാർ പട്ടണവാതിൽക്കൽ ഒരുമിച്ച് കൂടിയിരുന്നത് എന്ന് പറയാൻ സാധിക്കും. സോ ദി എൽഡേഴ്സ് gathered together at city gate to arrange business, to arrange the sale of a property, to settle disputes and to make important decisions എന്ന് പറയാം. 2ാമത്, what was the rule among the ancient Jews to bless a marriage? യഹൂദന്മാർക്കിടയിൽ വിവാഹത്തെ ആശീർവദിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം എന്തായിരുന്നു? വിവാഹം ആശീർവദിക്കുന്നതിനും അതുപോലെ തന്നെ സംഘാലയങ്ങൾ സ്ഥാപിക്കുന്നതിനുമൊക്കെ സന്നദ്രിം സംഘം പോലെയുള്ള 10 പേര് കൂടുന്ന സംഘത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്നുള്ള നിയമം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. എന്താണ്? There was a rule that the presence of a council of 10 persons like the Sanhedrin was essential to bless a marriage or to establish a community hall and for other important affairs എന്നാണ് എഴുതിയിരിക്കുന്നത്. What was the demand Boaz made to the kinsman? ബോവസ് മഹ്ളോന്റെ അടുത്ത ചാർച്ചക്കാരനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ഏലിമലേക്കിന്റെ വയൽ വിൽക്കുന്നു, എന്നാൽ ആ വയൽ വാങ്ങുന്ന നാളിൽ രൂത്തിനെയും വീണ്ടെടുക്കുവാനാണ് ബോവസ് ഈ അടുത്ത ചാർച്ചക്കാരനോട് ആവശ്യപ്പെടുന്നത്. എന്താണ്? The information that a piece of land belonging to Elimelech is being sold, and he also demands that on the day the kinsman buys the land from Naomi, he should also acquire Ruth എന്നുള്ളതാണ് അവിടെ പറയുന്നത്.
ഇനി വാട്ട് വാസ് ദി കസ്റ്റം ഓർ മാർക്ക് ഫോർ ലീഗലൈസിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ഏൻഷ്യൻ ഇസ്രായേൽ? ഇസ്രായേലിൽ ഒരു ഉടമ്പടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആചാരം അല്ലെങ്കിൽ ഉറപ്പിക്കുന്ന മുദ്ര എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇസ്രായേലിൽ നിലവിലിരുന്ന നീതി അനുസരിച്ച് ഉടമ്പടി ഉറപ്പിക്കുന്നത് ചെരിപ്പൂരി നൽകിയാണ്. ബൈ റിമൂവിംഗ് ദി സാൻഡൽസ്, അതായത് വൺ പാർട്ടി ടുക്ക് ഓഫ് ഹിസ് സാൻഡൽസ് ആൻഡ് ഗേവ് ദം ടു ദി അതർ ആസ് എ മാർക്ക് ഓഫ് ലീഗലൈസിംഗ് ദി ട്രാൻസാക്ഷൻ. അപ്പം ടുക്ക് ഓഫ് ഹിസ് സാൻഡൽസ് ആൻഡ് ഗിവിംഗ് ഇറ്റ് ടു ദി അതർ പാർട്ടി, അതാണ്. അതായത് തന്നെ ചെരിപ്പൂരി നൽകിയാണ് ഇസ്രായേലിൽ ഒരു ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നത്. What is foreshadowed in the event of removal of sandals and giving it to Boaz? ചെരുപ്പ് നീക്കം ചെയ്ത് ബോവസിന് നൽകപ്പെട്ട സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്തിന്റെ മുൻനിഴലായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും? എന്താണ്? യഹൂദ ന്യായ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിന്റെ നിയോഗം ഇവിടെ ദൃശ്യമാണ്. എന്താണ്? പേര് പറയാത്ത ചാർച്ചക്കാരൻ ബോവസിന് ചെരുപ്പൂരി നൽകി ഉത്തരവാദിത്തം ഏൽപ്പിച്ചു എന്നുള്ളത് ഈ ചെരുപ്പൂരി നൽകുന്ന അല്ലെങ്കിൽ ഈ വീണ്ടെടുക്കാൻ സാധിക്കാത്ത വീണ്ടെടുപ്പുകാരൻ, അത് എന്താണ്? പഴയ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോ ആണ്, യഹൂദ ന്യായ പ്രമാണമാണ്. അതിൽ നിന്ന് ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിന്റെ നിയോഗമായിട്ട് നമുക്കതിനെ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ്? ഇത് manner that the unnamed relative bestowed the responsibility of redemption on Boaz by removing his sandals and handling them over, we see a delegation from the Jewish law to the salvation or redemption prepared by Christ എന്നുള്ളത് എഴുതണം. ഇനി what was the attitude of elders to Ruth when Boaz declared about her redemption? ബോവസ് തന്റെ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ രൂത്തിനോടുള്ള മൂപ്പന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? എന്താണ് നമുക്കവിടെ കാണാൻ സാധിക്കും. രൂത്ത് ഒരു മോവാബിയ സ്ത്രീ ആയിരുന്നുവെങ്കിലും അവർക്കെതിരെ മൂപ്പന്മാർ ആരും ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ അവളെ അനുഗ്രഹിക്കുകയും കൂടെ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? ലേയെയും റാഹേലിനെയും ലേയെയും പോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത്. എപ്രകാരമാണ് മൂപ്പന്മാർ രൂത്തിനെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കാം. എന്താണ്? റാഹേലിനെയും ലേയെയും പോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത്. The blessing that the elders bestow on her is that she may become like Rachel and Leah and gain a place in the hearts of the children of Israel എന്ന് പറഞ്ഞാണ് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹത്തിന്റെ കാരണം? നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, യഹോവയെ ആശ്രയിച്ചു വരുന്ന വിജാതീയ സ്ത്രീകളെ അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യം യഹൂദർക്കുണ്ടായിരുന്നു. അതോടൊപ്പം നവമിയോടുള്ള അവളുടെ സ്നേഹവും നവമിയുടെ ദൈവത്തോടുള്ള അവളുടെ ആശ്രയവും കണ്ട് ബോധ്യപ്പെട്ടതിനാൽ യഹൂദ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അവളെ അംഗീകരിച്ചു, സ്നേഹിച്ചു. അതുകൊണ്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അതിനെല്ലാം അപ്പുറമായിട്ട് രൂത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം അവളെ ബേത്ലഹേമിൽ എല്ലാവരും അംഗീകരിക്കുവാൻ വേണ്ടിയിട്ട് കാരണമായി എന്നുള്ള 3 പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ പറഞ്ഞത്, അല്ലെ? എന്തുകൊണ്ടാണ് 3 കാര്യങ്ങൾ രൂത്തിനെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാരണം? ഒന്ന്, the Jewish community accepted Gentile women who knew the God of Israel and had faith in him. 2, the Jewish community understood her unfaltering love towards Naomi and her devotion to Naomi's God. And so everyone acknowledged her and loved her. 3, everyone in Bethlehem approved of Ruth because of her excellence in character. ഈ കാരണങ്ങളാലാണ് എൽഡേഴ്സ് അല്ലെങ്കിൽ മൂപ്പന്മാര് രൂത്തിനെ അനുഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ രൂത്തിനോടുള്ള പ്രതികരണം എന്ത് എന്നുള്ളതിനൊക്കെ നമുക്ക് ഇതെല്ലാം ചേർത്ത് എഴുതുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇനി റൂത്ത് വാസ് ബ്ലെസ്ഡ് ടു ബി ലൈക്ക് ഡാഷ് ആൻഡ് ഡാഷ്. റൂത്തിന് ഡാഷ് ഡാഷ് എന്നിവരെ പോലെ ആകുവാനുള്ള ഒരു അനുഗ്രഹമാണ് ലഭിക്കുന്നത്. ആരെ പോലെയാണ്? റാഹേലിനെയും ലേയെയും പോലെ, ടു ബി ലൈക്ക് റേച്ചൽ ആൻഡ് ലിയ. ഇനി why did elders bless Ruth? മൂപ്പന്മാർ രൂത്തിനെ അനുഗ്രഹിച്ചത് എന്തുകൊണ്ട്? നമ്മളിപ്പോ 3 കാരണങ്ങൾ പറഞ്ഞു, അത് തന്നെ എഴുതാൻ സാധിക്കണം. ഇനി നെയിം ഓഫ് ദി സൺ ഓഫ് ബോവസ് ആൻഡ് റൂത്ത്. ബോവസിന്റെയും രൂത്തിന്റെയും മകന്റെ പേര് എന്താണ്? ഓബേദ് എന്നുള്ളതാണ്. ഇനി തിരിച്ചു മറിച്ചും ഒക്കെ അവിടെ വംശാവലി ഉള്ളത് കൊണ്ട് തന്നെ ചോദിക്കാം. നെയിം ഓഫ് ദി സൺ ഓഫ് ഓബേദ് ഹു ബിക്കെയിം ദി ഫാദർ ഓഫ് ജെസ്സി. ഓബേദിന്റെ മകൻ ആരാണ്? ഇഷായി. ജെസ്സി ഹു ബിക്കെയിം ദി ഫാദർ ഓഫ് ഡേവിഡ്. ഓക്കെ, ഓബേദിന്റെ മകനായിട്ടുള്ള ജെസ്സി ടു ഡേവിഡ്, ഓബേദ്, ഇഷായി, ദാവീദ്. ഇതാണ് ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്.
നെയിം ഓഫ് ദി സൺ ഓഫ് ജെസ്സി, ഇശായിയുടെ മകന്റെ പേര് എന്ന് ചോദിക്കാം. ആരാണ്? ദാവീദ്, ഡേവിഡ് എന്നുള്ളതാണ്. വാട്ട് വാസ് ദി ഫോർച്യൂൺ ഓഫ് നവമി ആൻഡ് വേർ ഇസ് ഇറ്റ് മെൻഷൻഡ്? നവമിയുടെ ഭാഗ്യം എന്തായിരുന്നു? അത് എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത്? രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അനുഗ്രഹം ലഭിച്ചത് രൂത്തിനാണെങ്കിലും ദൈവജനം ഭാഗ്യവതി എന്ന് നേരിട്ട് വിളിക്കുന്നത് ആരെയാണ്? നവമിയെയാണ്. എന്തുകൊണ്ടാണ് ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്? ഒന്ന്, ഒരു കുഞ്ഞ് കർത്താവിന്റെ വംശാവലിയിൽ ഇടം തേടുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞിനെ നവമിക്ക് ലഭിച്ചതിനുള്ള സന്തോഷമാണ്. 2, എന്തുകൊണ്ടാണ് നവമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്? ഒരു മരുമകൾ കാരണം കൊണ്ട്. 7 പുത്രന്മാരെക്കാട്ടിലും ഉത്തമയായ ഒരു മരുമകളെ നവമിക്ക് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് സന്തോഷവും കൂടിയാണ് അവിടെ നവമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി whom did Israel people call blessed? ദൈവജനം ആരെയാണ് നേരിട്ട് ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്? ചോദിക്കും കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരെയാണ്? നവമിയെയാണ് ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്. What was the title accorded to Ruth for which Naomi is fortunate? നവമി ഭാഗ്യവതി എന്ന് പറയുമ്പോൾ രൂത്തിന് നൽകിയിരിക്കുന്ന വിശേഷണം എന്താണ്? 7 പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകൾ എന്നുള്ള ഒരു വിശേഷണമാണ് അവിടെ ലഭിക്കുന്നത്. എന്താണ്? Naomi got a daughter-in-law who is better than 7 sons എന്നുള്ള ഒരു വിശേഷണമാണ് രൂത്തിന് ലഭിക്കുന്നത്. ഇനി വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് 7 in Ruth 4:15? രൂത്ത് 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ 7 എന്ന സംഖ്യയുടെ പ്രാധാന്യം എന്താണ്? പ്രത്യേകിച്ച് 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപൂർണതയുടെ സംഖ്യയായിട്ട് 6 എന്ന സംഖ്യയെ ചിത്രീകരിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ്? 6 ഇടങ്ങഴി യവം സമാനമായി നൽകി. ആ 6 എന്നുള്ളത് എന്തായിരുന്നു? അപൂർണതയുടെ സംഖ്യയാണെന്ന് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഈ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബോവസിന്റെ ആ വാഗ്ദാനം രൂത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ള പൂർണ്ണതയുടെ ഒരു എടുത്തുകാട്ടലാണ്, പ്രതീകമായിട്ടാണ് 7 എന്നുള്ള സംഖ്യയുടെ പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കുന്നത്. എന്താണ്? ഇൻ chapter 3 verse 15, the number 6, which is a symbol of imperfection. In 4:15, because Boaz's promise was fulfilled through Ruth, the number 7, which is his completion, a symbol of completion or perfection, is revealed. അത് ഓർത്ത് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. 3-ാം അധ്യായം 15-ാം വാക്യവും 4-ാം അധ്യായം 15-ാം വാക്യവും തമ്മിലുള്ള ഒരു 6ഉം 7ഉം എന്നുള്ള സംഖ്യകളുടെ സിഗ്നിഫിക്കൻസ് ആണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. In the genealogy mentioned in Ruth 4, the genealogy starts from whom? രൂത്തിന്റെ 4-ൽ പരാമർശിച്ചിരിക്കുന്ന വംശാവലി ആരിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് ചോദിക്കാം. ആരിൽ നിന്നാണ്? ഫേരസിൽ നിന്ന്. പേരസ് എന്നാണ്, PEREZ എന്നുള്ള ഇതാണ് ഇംഗ്ലീഷില്. മലയാളത്തിൽ അത് ഫേരസിലാണ് ആ ഒരു വംശാവലി, രൂത്തിന്റെ 4-ലെ വംശാവലി ആരംഭിക്കുന്നത്. What are the lessons taught to us by the redemption story of Ruth? രൂത്തിന്റെ വീണ്ടെടുപ്പ് കഥ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? 1, എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നാൽ സമാധാനപരമായ ഒരു കുടുംബജീവിതം സാധ്യമാണ് എന്നുള്ളതാണ് ഒന്നാമത് ഓർമ്മിപ്പിക്കുന്നത്. It is possible to lead a peaceful family life even in adverse circumstances when we seek refuge in God. രണ്ടാമതായിട്ട്, കഷ്ടതയും ബുദ്ധിമുട്ടും ഏറി വന്നാലും സത്തമന്മാരെ അല്ലെങ്കിൽ ഉത്തമന്മാരെ, സദ്ഗുണമുള്ളവരെ ദൈവകൃപ അനുഗ്രഹീതരാക്കും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് രൂത്തിന്റെ പുസ്തകം. Even if difficulties and sufferings increase, virtuous people will be blessed by God എന്നുള്ളതാണ്. അതുപോലെ 3-ാമതായിട്ട്, ഒരു കുടുംബ ബന്ധത്തിൽ അതിന്റെ അടിസ്ഥാനം സ്നേഹമാണ് ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അതിന് സാധിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രൂത്തിന്റെ പുസ്തകം നമുക്ക് നൽകുന്നത്. If the basic element in a family or in any relationship is love, it can lead to bigger things beyond our life എന്നുള്ളതാണ് 3-ാമത് രൂത്തിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി even if difficulties and sufferings increase, dash would be blessed by the grace of God. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വർദ്ധിച്ചാലും ഡാഷ് ദൈവകൃപ അനുഗ്രഹീതരാക്കും. സത്തമരെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സത്തമരെ എന്നുള്ള വാക്കാണ്. വിർച്വസ് പീപ്പിൾ വുഡ് ബി ബ്ലെസ്ഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. പിന്നെ who has been acknowledged by the elders and the people of Israel?
മൂപ്പന്മാരും ഇസ്രായേൽ ജനവും ആരെയാണ് അംഗീകരിച്ചത്? രൂത്തിനെയാണ് അംഗീകരിച്ചത്. റൂത്ത് വാസ് അക്നോളജ്ഡ് ബൈ ദി എൽഡേഴ്സ് ആൻഡ് ദി പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഒത്തിരി ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ വളരെ പെട്ടെന്ന് കണ്ടതായിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ഒന്ന് ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാനും അല്ലെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ നോക്കിയാൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ നിങ്ങളത് കൂടുതലായിട്ടിരുന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. അത്രയുമേ ഉള്ളൂ ഈ ഒരു ക്ലാസ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് ഞാൻ നിർത്തുകയാണ്. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.